ഹായ്, ദൃശ്യം 3 മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിനിമ 2ാം ദിവസത്തിലാണ്. സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അതായത് ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത 43,50,00,000 രൂപ എന്നുള്ളതാണ്. എല്ലാവരും അത് വീഡിയോ ആക്കിയിട്ടുണ്ട്. പല പോസ്റ്ററുകളും ഫേസ്ബുക്കിലും അതുപോലെ പല സൈറ്റുകളിലും വരുന്നുണ്ട്. തീർച്ചയായും 43,50,00,000 എന്നുള്ളത് വലിയൊരു തുകയാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഓപ്പണിംഗ് തന്നെയാണ് ഫസ്റ്റ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ? എങ്ങനെയാണ് ഇങ്ങനെയൊരു തുക വന്നത്? ഫസ്റ്റ് ഡേക്ക് പ്രീസെയിലൂടെ മാത്രം 35 കോടിക്ക് മുകളിൽ നേടിയെടുത്ത ഒരു സിനിമ 43,50,00,000 ആണോ അതിന്റെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ? അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായും അത് തെറ്റായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അതായത് സാക്നിൽക്ക് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്നുള്ള നിലയ്ക്ക് 43,50,00,000 എന്നുള്ള ഒരു ഫിഗർ പുറത്തുവിടുന്നു. അവർ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഇത് കൃത്യമായിട്ടുള്ള കണക്കല്ല, അവർക്ക് കിട്ടിയ കണക്കാണ് എന്ന്. ഇനിയുള്ള സമയങ്ങളിൽ പല കണക്കുകളും വരാനുണ്ട് എന്നുള്ളത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെടുത്തു വെച്ചിട്ടാണ് ഇതാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 10,85,00,000 കിട്ടി എന്നാണ് ആ കണക്കിൽ പറയുന്നത്. കർണാടകയിൽ നിന്ന് 2,95,00,000, ആന്ധ്രയിൽ നിന്ന് 2,15,00,000 രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 1,30,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,35,00,000, അതായത് ഹിന്ദി ബെൽറ്റിൽ നിന്നും 1,35,00,000, ടോട്ടൽ 15,50,00,000 ഇന്ത്യയിൽ നിന്നും, ഓവർസീസിൽ നിന്ന് 25 കോടിയും കിട്ടി എന്നാണ് ഇവരുടെ കണക്ക്. അങ്ങനെയാണ് 43,50,00,000 എന്നുള്ള ഒരു കണക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരള കളക്ഷൻ 11 കോടിക്ക് മുകളിലാണ് എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ 10,85,00,000 ഈ 43,50,00,000 കണക്ക്. പക്ഷെ ഇപ്പോൾ വരുന്നു കേരളത്തിൽ നിന്ന് 11 കോടിക്ക് മുകളിലുള്ള കണക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. സാക്നിൽക്ക് ഉച്ചയ്ക്ക് മുൻപ് പറഞ്ഞത് ഓവർസീസിൽ നിന്ന് 25 കോടി കിട്ടി എന്നുള്ളതാണ്. അതാണ് ഇവര് ഓവർസീസിൽ നിന്ന് 25 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സാക്നിൽക്ക് അവരുടെ ഫസ്റ്റ് ഡേ കളക്ഷനിൽ കാണിക്കുന്നത് ഓവർസീസിൽ നിന്ന് 30 കോടി കിട്ടി എന്നുള്ളതാണ്. അതായത് അവിടെ കണക്ക് മാറിയിരിക്കുന്നു, അവർക്ക് പല രാജ്യത്തെയും കണക്കുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ സാക്നിൽക്കിന്റെ കണക്ക് പ്രകാരം 48,37,00,000 എന്നുള്ളതാണ് അവരുടെ സൈറ്റിൽ കാണിക്കുന്നത്. അതായത് ആദ്യം അവർ 43,50,00,000 കൊടുത്തിരുന്നത്, ഇപ്പോൾ 48,37,00,000 മാറി. ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തെയും കൃത്യമായിട്ടുള്ള കളക്ഷൻ ഇതുവരെയും വന്നിട്ടില്ല. അത് വരുമ്പോൾ മാത്രമേ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ആവുകയുള്ളൂ. അതൊരു എസ്റ്റിമേറ്റ് കണക്കായിരുന്നു. അത് വെച്ചിട്ടാണ് എല്ലാവരും 43,50,00,000 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന 48,37,00,000 രൂപ, അതും ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാത്രിയോടുകൂടി മാത്രമേ കൃത്യമായിട്ടുള്ള കണക്കുകൾ വരികയുള്ളൂ. ഇപ്പോൾ ഇന്നലെ രാത്രി ഒരുപാട് തിയേറ്ററുകളിൽ ഒരുപാട് ഷോ ഓടിയിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടില്ല. അത് ലഭ്യമായാൽ മാത്രമേ കേരള കളക്ഷൻ കൃത്യമായി അറിയുകയുള്ളൂ. അതൊരു പക്ഷേ അവർ ഫസ്റ്റ് ഡേയിൽ കൂട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം 12 മണിക്കുള്ള ഷോ ആയതുകൊണ്ട് തന്നെ 2ാം ദിവസത്തിലായിരിക്കും ഒരു പക്ഷേ കൂട്ടുക. എന്തായാലും ഇപ്പോൾ സാക്നിൽക്ക് പറയുന്ന കണക്ക് ഫസ്റ്റ് ഡേയിൽ 48,37,00,000 നേടി എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൃത്യമായിട്ടുള്ള ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയാണ് എന്നറിയാനായിട്ട്. എന്തായാലും 50 കോടിക്ക് മുകളിൽ സിനിമ നേടിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി കൃത്യമായിട്ടുള്ള കണക്ക് എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 43,50,00,000 എന്നുള്ള കണക്ക് അവരുടെ ഒരു എസ്റ്റിമേറ്റ് കണക്കാണ്. അതെടുത്തു വെച്ചാണ് പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നത്. അത് ശരിയല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതൊരു മോശം തുകയല്ല, അത് വലിയ തുക തന്നെയാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഓപ്പണിംഗ് തന്നെയാണ്. പക്ഷേ അത് സത്യമല്ല എന്നുള്ളതും എടുത്തു പറയും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.